നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ് എഴുതിയ ലേഖനം. വായിക്കുന്നത് ലളിത പരിഭാഷയിൽ. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിമയായ യാക്കോബ്. പലയിടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന ഗോത്രങ്ങൾക്ക് വന്ദനം. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിവിധ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുക. കാരണം പരിശോധനകളിലൂടെ മാറ്റി തെളിയുന്ന വിശ്വാസം നിങ്ങൾക്ക് സഹനശക്തി പകരും. നിങ്ങളുടെ സഹനശക്തി അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരായി പൂർണ്ണരും എല്ലാ തികഞ്ഞവരുമാകും. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ അയാൾ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കട്ടെ. അയാൾക്കത് കിട്ടും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഔദാര്യമായി നൽകുന്നവനാണ് ദൈവം. എന്നാൽ ഒട്ടും സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. കാരണം സംശയിക്കുമ്പോൾ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിര പോലെയാണ്. ഇങ്ങനെയുള്ള ആൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അയാൾ തീരുമാനശേഷിയില്ലാത്ത ഒരാളാണ്. അയാൾക്ക് ഒന്നിലും സ്ഥിരതയില്ല. എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിൽ സന്തോഷിക്കട്ടെ. പണക്കാരൻ താൻ ചെടികളുടെ പൂ പോലെ കൊഴിഞ്ഞു പോകും എന്നതുകൊണ്ട് തന്റെ താഴ്ചയിൽ സന്തോഷിക്കട്ടെ. ഉദിച്ചുയരുന്ന സൂര്യന്റെ കൊടുംചൂടിൽ ചെടി വാടുകയും പൂ കൊഴിഞ്ഞ് അതിന്റെ ഭംഗിയില്ലാതാകുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ പണക്കാരനും അയാളുടെ നെട്ടോട്ടത്തിനിടയിൽ മൺമറയുന്നു. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിച്ചു നിൽക്കുന്ന മനുഷ്യൻ സന്തുഷ്ടൻ. തന്നെ എപ്പോഴും സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവകിരീടം പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവർക്ക് ലഭിക്കും. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ പരീക്ഷിക്കുകയാണ് എന്നാരും പറയാതിരിക്കട്ടെ. ദോഷങ്ങൾ കൊണ്ട് ദൈവത്തെ പരീക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ദൈവവും ആരെയും പരീക്ഷിക്കുന്നില്ല. സ്വന്തം മോഹങ്ങളാണ് ഓരോരുത്തരെയും ആകർഷിച്ച് മയക്കി പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുന്നത്. പിന്നെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അങ്ങനെ പാപം ചെയ്യുമ്പോൾ മരണം ജനിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വഴി തെറ്റിപ്പോകരുത്. എല്ലാ നല്ല ദാനങ്ങളും തികവറ്റ സമ്മാനങ്ങളും മുകളിൽ നിന്ന് ആകാശത്തിലെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. പിതാവ് മാറ്റമില്ലാത്തവനാണ്. മാറിക്കൊണ്ടിരിക്കുന്ന നിഴൽ പോലെയല്ല. സത്യവചനത്താൽ നമ്മളെ ജനിപ്പിക്കണമെന്നത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കുക. എല്ലാവരും കേൾക്കാൻ തിടുക്കമുള്ളവരായിരിക്കണം. എന്നാൽ സംസാരിക്കാൻ തിടുക്കം കൂട്ടരുത്. പെട്ടെന്ന് കോപിക്കുകയും അരുത്. കാരണം മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതി നടപ്പാക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും തിന്മയുടെ എല്ലാ കണികളും നീക്കിക്കളഞ്ഞ് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന വചനം നിങ്ങളിൽ ഉൾനടാൻ വിനയപൂർവം ദൈവത്തെ അനുവദിക്കുക. എന്നാൽ ദൈവവചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തെറ്റായ വാദങ്ങളാൽ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. പകരം വചനത്തിന് ചേർച്ചയിൽ പ്രവർത്തിക്കുന്നവരാകണം. ദൈവവചനം കേൾക്കുന്നെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കാത്തയാൾ കണ്ണാടിയിൽ മുഖം നോക്കുന്ന ഒരാളെ പോലെയാണ്. അയാൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പോകുന്നു, എന്നാൽ തന്റെ രൂപം എങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ മറന്നും പോകുന്നു. സ്വാതന്ത്ര്യം നൽകുന്ന തികവറ്റ നിയമത്തിൽ സൂക്ഷിച്ചു നോക്കി അതിൽ തുടരുന്ന ആൾ കേട്ട് മറക്കുന്ന ആളല്ല, അത് അനുസരിക്കുന്ന ആളാണ്. താൻ ചെയ്യുന്ന കാര്യത്തിൽ അയാൾ സന്തോഷിക്കും. താൻ ദൈവത്തെ ആരാധിക്കുന്നെന്ന് കരുതുകയും എന്നാൽ നാവിന് കടിഞ്ഞാണിടാതിരിക്കുകയും ചെയ്യുന്ന ആൾ സ്വന്തം ഹൃദയത്തെ വഞ്ചിക്കുകയാണ്. അയാളുടെ ആരാധന കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ കണ്ണിൽ ശുദ്ധവും നിർമ്മലവുമായ ആരാധന ഇതാണ്. അനാഥർക്കും വിധവമാർക്കും കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കുക. ലോകത്തിന്റെ കര പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക.